ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണേന്ന്. അപ്പോൾ ഓരോ വീഡിയോസും ഞാൻ ഇടാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും മോളിവിടെ സൈഡിൽ കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു മുളക് നട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആൻറ്റിയൊക്കെ നട്ട ചെറിയ ഒരു ബഡിൻ്റെ പ്ലാവ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിലൊരു 3-4 ചക്ക നിന്നതിൽ ഒരെണ്ണം ഞാൻ എടുത്ത്. ആൻറ്റി ഇതൊന്നും പറയത്തൊന്നുമില്ല ചക്ക എടുക്കുന്നതിനൊന്നും. അപ്പോൾ അതിന്ന് ഒരെണ്ണം എടുത്ത്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നല്ല കണക്ക് വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞ് എല്ലാമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനി അരിഞ്ഞെടുത്തിട്ടൊക്കെ വരട്ടെ. അപ്പോൾ അരിഞ്ഞ് നല്ലതുപോലെ വെള്ളത്തിലിട്ട് ഇതുപോലെ കഴുകിയിട്ട് ചെറിയ ഒരു കുട്ടിക്കലം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലുമിനിയം പാത്രങ്ങൾ അങ്ങനെ യൂസ് ചെയ്തുകൂടെന്ന്. അലുമിനിയം പാത്രം യൂസ് ചെയ്തുകൂടാ. പക്ഷേ മൺകലം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോകുന്നതിനെ കൊണ്ടാണ് പിന്നീട് ഞാനങ്ങ് മൺകലം വേടുപ്പങ്ങ് മതിയാക്കിയിട്ട് പിന്നെ അലുമിനിയം പാത്രങ്ങൾ മേടിച്ച് തുടങ്ങിയത്. അതുപോലെ ഇന്നിപ്പോൾ മോൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മിക്കല്ല് തറയിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ തറയിലിരുന്ന് അരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അത് മാത്രമല്ല മിക്സി ചള്ളായിപ്പോയി. അങ്ങനെയാണ് സ്ലാവിൻ്റെ മണ്ടയിൽ ഇടുന്ന പാത്രങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ട് അവിടെ തന്നെ പിന്നെ പഴയതുപോലെ അമ്മിക്കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അമ്മിക്കല്ലിൽ ഇതുപോലെ അരച്ചെടുക്കുന്നത്, മിക്സി ചള്ളായതിനെ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മോട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ രാവിലെ ഇപ്പം മക്കൾക്ക് പഠിക്കാനൊക്കെ പോകണമെങ്കിൽ കാപ്പിയൊക്കെ കൊണ്ടുപോകാനോ കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുള്ളൂ. എന്നാലും തൽക്കാലം കുഴപ്പമില്ല. എന്തായാലും കല്ലിൽ എനിക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം എപ്പോഴും കല്ല് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരുപാട് അഴുക്കോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ കല്ലിൽ അരച്ചെടുക്കുന്ന കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചക്കയ്ക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പോൾ തേങ്ങയും അതുപോലെ ഇവിടെ നിന്ന് എടുത്ത ഒരു മുളകും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മുളക് പറിച്ചതിൽ ഒരെണ്ണം ഞാൻ മീൻകറിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചതച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട്. അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ ചെറിയ കാന്താരിയോ അതൊക്കെ മതി. ചക്കയ്ക്ക് കാന്താരിയാണ് നല്ലത്. പിന്നെ മണമുള്ള ഒരു മുളക് ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വെച്ച് കൊടുത്തത്. നമ്മൾ കല്ലിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി നല്ല ഒരു ടേസ്റ്റൊക്കെ വരും. കല്ലിലാകുമ്പം മിക്സിയിലൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു പൊടിഞ്ഞല്ലേ അരഞ്ഞ് ചേരുന്നത്. ഇതാകുമ്പോൾ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കല്ലുള്ളവർ കല്ലിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ചക്ക വെന്ത് കിടക്കുകയാണ്. അപ്പോൾ ഇനി അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരടുപ്പിൽ വേവിക്കുന്നതിനെ കൊണ്ട് ഇനി അതിലോട്ട് ഇനി ബാക്കിയുള്ളത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോറ് വെക്കണ്ട, ചക്കയും വെച്ച് മീൻകറിയും വെച്ചാൽ മതി. അതുപോലെ ഒരു ചെറിയൊരു പുളിരസവും കൂടെ വെക്കണം. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ രസം നല്ലതാണ്. അപ്പോൾ തൈരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചെറിയ ഒരു പുളിരസം വെക്കാമെന്നും പറഞ്ഞും കൊണ്ട് അതുമൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ മെസ്സേജ് അയക്കും കമൻറ്റിലൂടെ ആണെങ്കിൽ പോലും. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അയക്കുന്ന കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാണുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. പിന്നെ ചില മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റാത്തത് മോൻ ചിലപ്പോൾ ഇതുപോലെ വൈകുന്നേരമൊക്കെ പഠിക്കാനോ ചില സമയത്തൊക്കെ ഫോൺ എടുത്തുകൊണ്ട് പോകും പഠിക്കാൻ വേണ്ടി. PDF ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തായിരിക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പോൾ കാണുന്ന മെസ്സേജിനൊക്കെ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തന്നിരിക്കും. പിന്നെ ഈ ഒരു തക്കാളി കാണിച്ചത് കഴിഞ്ഞ ഒരു ദിവസം തക്കാളി പറിച്ച് ഒരു വീഡിയോ കാണിച്ച സമയത്ത് ഒരു മോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കറി എന്തെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് ഒരു വീഡിയോ കാണിക്കണേന്ന് അതിൽ. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ പച്ചമുളക് ഇവിടെ നിന്ന് പറിച്ചപ്പോൾ ഒരു മുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, തക്കാളി, പച്ചമുളകാണ്. മീൻകറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അരയ്ക്കുന്നതോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. കാരണം മോൻ ഇതുപോലെ അന്നേരം ചക്കയ്ക്ക് അരച്ച സമയത്ത് മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ എടുക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അതുപോലെ ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് തവണ കറണ്ട് പോവുകയും വരികയൊക്കെ ചെയ്ത്. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വിറകുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല എളുപ്പമാണ് വിറകടുപ്പിൽ ഇങ്ങനെ വേവിക്കാനും. പിന്നെ ഒരുപാട് വിറകൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ നുള്ളിപ്പറക്കിയൊക്കെ തീ കത്തിക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ മേടിക്കരുത്. തീരെ ഇല്ലെങ്കിൽ മാത്രമേ അങ്ങനെ മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ വിറകൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ നിന്നൊക്കെ മടലും അതുപോലെ ചുള്ളിയും അതുപോലെ എല്ലാമൊക്കെ എടുത്തൊക്കെ തന്നെ ഞാൻ കത്തിക്കുന്നത്. അപ്പോൾ അതുപോലെ ചോറ് വെക്കണ്ടായിരുന്നു. ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുപ്പിൻ്റെ തിട്ടയൊക്കെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൻ ഇവിടെ ചക്കയുടെ കുരുവൊക്കെ ഒന്ന് പറക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അവിയലിടാനോ അതുപോലെ ഉപ്പേരിയൊക്കെ വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിനാണ് എടുത്ത് വെക്കുന്നത്.
അപ്പോൾ ചക്ക നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മീൻകറിയൊക്കെ കോരി വെച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല. അതുപോലെ കപ്പയ്ക്കും മീൻകറി ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് കഴിക്കുമല്ലോ. പണ്ട് നമുക്കിതുപോലെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ചക്കയാണെങ്കിലും കപ്പ വയ്ക്കുവാണെങ്കിലും പ്ലേറ്റിൽ ഇതുപോലെ ചോറൊന്നും വയ്ക്കാതെയൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ രസമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മക്കും അങ്ങനെ ഉമ്മച്ചിയൊക്കെ അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് വലിയ ലെങ്തുള്ള വീഡിയോയൊന്നും അല്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി കൂടെ ലെങ്തുള്ള വീഡിയോ ഇടണേന്ന്. അപ്പോൾ പറ്റുന്നിടത്തോളം ഇടാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, ഇനിയും നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക.